അതിലൂടെ നമ്മുടെ ദോഷങ്ങൾ, ജാതകവശാലുള്ള ദുരിതങ്ങൾ എല്ലാം തീരട്ടെ. ചിങ്ങമാസം വരുമ്പോൾ ജാതക ഫലങ്ങളെല്ലാം തന്നെ മാറും. അതുകൊണ്ട് ജാതക ഫലങ്ങളിൽ എല്ലാ നവഗ്രഹ ദേവന്മാരുടെയും അനുഗ്രഹവും ഐശ്വര്യവും വന്നു ചേരാനും ഈ കർക്കിടക മാസത്തിലെ. നമസ്കാരം, ഞാൻ സുദർശനൻ മേഴത്തൂർ. ഈ കർക്കിടക മാസം കഴിയും മുമ്പ് നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങളെ കൂടെ നമുക്കൊന്ന് ചിന്തിക്കാം. കർക്കിടക മാസം ധാരാളമായ വിഷയങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ ചിന്തിച്ചു. മീഡിയയിലൂടെയും ധാരാളം നമ്മൾ കാണുന്നുണ്ട്. രാമായണ പാരായണങ്ങൾ, പ്രഭാഷണങ്ങൾ, നാലമ്പല ദർശനങ്ങൾ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ. കർക്കിടക മാസത്തെക്കുറിച്ചൊരു വീഡിയോയും മുമ്പേ തന്നെ നമ്മൾ ചർച്ച ചെയ്തു, ചിന്തിച്ചു. എങ്കിലും ഇനിയും അല്പ ദിവസങ്ങൾ കൂടെ കർക്കിടകം ഇങ്ങനെ കടന്നു പോകാൻ ഉള്ളത് കൊണ്ട് കർക്കിടകം പൊതുവെ ഒരു ദുരിതമാസമായിട്ടാണ് പൂർവന്മാരെല്ലാം കണ്ടിരുന്നത്. കർക്കിടകം ജ്യോതിഷപരമായി മേടമിടവം മിഥുനം കർക്കിടകം നാലാമത്തെ രാശിയായിട്ട് കർക്കിടകത്തെ ഇങ്ങനെ കാണിക്കുമ്പോൾ കർക്കിടകത്തിൻ്റെ ചിഹ്നം തന്നെ യഥാർത്ഥത്തിൽ ഞണ്ടുകളെയാണ്, കർക്കിടകങ്ങളെയാണ് കാണിക്കുന്നത്. അപ്പോൾ ജ്യോതിഷ ആചാര്യന്മാരെല്ലാം ഫലിതരൂപേണയും അല്പം കാര്യത്തോടു കൂടിയിട്ടും പറയ പതിവുണ്ട്. ഞണ്ടുകൾ പ്രസവിക്കുമ്പോൾ ഞണ്ടിൻ്റെ ഉദരം വയറ് പൊട്ടി ഞണ്ടിൻ്റെ കുഞ്ഞുങ്ങൾ, കർക്കിടകങ്ങൾ പുറത്തേക്ക് വരിക പതിവുണ്ടാകും. അപ്പം ജന്മം കൊണ്ട് തന്നെ ജനിക്കുമ്പോഴന്നെ മാതൃനഷ്ടം ഉണ്ടാവുന്ന ഒരു വർഗ്ഗമാണ് അത്ര കർക്കിടകങ്ങൾ. എന്നുവെച്ചാൽ ഞണ്ടുകൾ. അവർ ജനിക്കുമ്പോഴേ തന്നെ അമ്മയെ നഷ്ടമാവുക ഞണ്ടുകൾക്ക്. അതുകൊണ്ട് തന്നെ ജന്മനാൽ തന്നെ ഒരു മാതൃനഷ്ടയോഗമുള്ള ഒരു മാസമായിട്ട് കർക്കിടകത്തെ പറയാം. അതുകൊണ്ട് കർക്കിടകം ഒരു വൈഷമ്യ കാലഘട്ടം, ഒരു ശാപഗ്രസ്തമായിട്ടുള്ളൊരു കാലഘട്ടം എന്ന് പറയാം. അതുകൊണ്ടാവാം നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നാലമ്പല ദർശനത്തിനും വിശിഷ്യാൽ ധർമാർത്ഥ കാമമോക്ഷം എന്നുള്ള 4 ധർമ്മം ആ നമ്മൾ ആചരിക്കേണ്ടതായ ധാരേതേയൽ ധർമ്മ, യാതൊന്നാണോ ആചരിക്കേണ്ടത് അതിനാണല്ലോ ധർമ്മം എന്ന് പറയുന്നത്. അവിടെ തീർച്ചയായിട്ടും നമ്മൾ അനുഷ്ഠിക്കേണ്ട ക്ഷേത്ര ദർശനങ്ങളുടെ പ്രാധാന്യവും, ദക്ഷിണായന കാലഘട്ടം അല്ലെ, ഉത്തരായനം കഴിഞ്ഞ് മിഥുനമാസത്തിൽ അവസാനിച്ചാൽ പിന്നീട് അങ്ങോട്ടെല്ലാം ചാതുർമാസ്യ വ്രതകാലഘട്ടം, അതിൽ ദുരിതകാലഘട്ടങ്ങളിൽ വിശേഷേണ ഈശ്വരോപാസനയെ വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെയാണല്ലോ പറയുന്നത്. എപ്പോഴും ദോഷകാലങ്ങൾ വരുമ്പോൾ ഈശ്വരനെ കൂടുതലായിട്ട് ആശ്രയിക്കുക. ദോഷകാലത്തിൽ മാത്രം ആശ്രയിക്കണം എന്നല്ല കേട്ടോ പറഞ്ഞത്. വിശേഷിയാൽ ദോഷങ്ങൾ തീരാൻ, ദുഷ്കൃതങ്ങൾ വർദ്ധിക്കുമ്പോൾ സുഹൃതത്തിനായിട്ടുള്ള ഈശ്വരോപാസന, അതിനാവാം നാലമ്പല ദർശനം എന്നുള്ള തീർത്ഥാടന സമ്പ്രദായങ്ങളൊക്കെ പറഞ്ഞു വെച്ചത്. കേരളത്തിലെ തന്നെ മഹാക്ഷേത്രങ്ങളായ നാലമ്പലങ്ങൾ നമുക്കറിയാം. തൃശ്ശൂർ ജില്ലയിലെ മഹത്തായ ഏറ്റവും ബൃഹത് ക്ഷേത്രങ്ങൾ അവിടെയാണ്. മറ്റ് ജില്ലകളിൽ ഇല്ല എന്നല്ല പറഞ്ഞത്. കോട്ടയം ജില്ലയിലെ പാല നാലമ്പലം, രാമപുരം തുടങ്ങിയ നാലമ്പല ക്ഷേത്രങ്ങളും പൗരാണിക കാലം മുതൽക്കേ, പൂർവ്വകാലം മുതൽക്കേ ഉണ്ട്. മാമലശ്ശേരി തുടങ്ങിയിട്ടുള്ള നാലമ്പലങ്ങൾ എറണാകുളം ജില്ലയുടെ ഒരു ഭാഗത്ത്, തിരുവല്ലോമല തുടങ്ങി പാലക്കാട് ജില്ലയുടെ, തൃശ്ശൂർ ജില്ലയുടെയും അതിർത്തികൾ പങ്കിടുന്ന പ്രദേശങ്ങളിലെ നാലമ്പലങ്ങൾ, അങ്ങാടിപ്പുറത്തെ നാലമ്പലങ്ങൾ എല്ലാം പ്രസിദ്ധമാണ്. ധാരാളം ഉണ്ട്, നമ്മുടെ അറിവിൽ അങ്ങനെ ധാരാളം ഉണ്ടെങ്കിലും ഈ നാലമ്പല ദർശനങ്ങളെല്ലാം തന്നെ ഒരു വ്രതാചരണം, ഒരു ദിവസം കൊണ്ട് പരിപൂർണമായ വ്രതം എങ്ങനെ ആചരിക്കാം എന്നുള്ളതാണ് നമ്മെ പഠിപ്പിച്ചത്. ഒരു ദിവസം പൂർണ്ണമായിട്ടും, പ്രത്യേകിച്ചൊരു ദോഷകാലഘട്ടമാകുമ്പോൾ പൊതുവെ കർക്കിടക മാസത്തിന് തന്നെ ഒരു നിഷ്ക്രിയത്വം കൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ പൂർവികന്മാർ. കാർഷികാടിസ്ഥാനത്തിൽ ജീവിച്ചിരുന്നവരാണല്ലോ നമ്മുടെ എല്ലാം പൂർവന്മാർ. അതുകൊണ്ട് ഒരു നിഷ്ക്രിയത്വം, മറ്റു ജോലികളൊന്നും ഇല്ലാത്തൊരവസ്ഥ. കർമ്മങ്ങളൊക്കെ ഇപ്പോൾ പ്രൊഫഷണൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമുക്കൊന്നും അത് പരിപൂർണമായിട്ട് ബാധിക്കുന്നുണ്ടാവില്ല. എങ്കിലും കാർഷികാടിസ്ഥാനത്തിലൊക്കെ ജീവിച്ചിരുന്ന നമ്മുടെ പൂർവികന്മാരെ സംബന്ധിച്ച് നെല്ലും വിളയും എല്ലാം തന്നെ നട്ട് അത് വളരാൻ ഇങ്ങനെ കാത്തിരിക്കുന്നൊരു കാലഘട്ടമാണ് കർക്കിടകം. കൊണ്ട് പ്രത്യേകിച്ച് കർക്കിടകത്തിൽ കാർഷികാടിസ്ഥാനത്തിൽ ചെയ്യാനൊന്നുമില്ല. അതുകൊണ്ട് നിഷ്ക്രിയത്വം, മറ്റു ജോലികൾ ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് സമ്പത്തിനൊക്കെ കുറവ്, ജോലിയൊക്കെ കുറവ്, അങ്ങനെ കുറേ വൈഷമ്യങ്ങളുള്ളൊരു കാലഘട്ടമാണ്. അന്നും ഇപ്പോൾ കർക്കിടകത്തിലെ വൈഷമ്യങ്ങൾക്കൊന്നും കുറവില്ല. കർക്കിടക കെടുതികൾ അല്ലേ, പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ധാരാളം നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് കർക്കിടക കെടുതി പണ്ടും അങ്ങനെയായിരുന്നു. കൃഷിനഷ്ടം, ഇപ്പോൾ കൃഷിനഷ്ടത്തിന് പകരം വ്യാവസായിക നഷ്ടങ്ങളാണ് അല്ലേ. മഴയും ഒക്കെ ഭയങ്കരമായിട്ട് കൂടിയാൽ, അതിവർഷമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മേഖലകൾ, ജോലി മേഖലകളൊക്കെ അതും ബുദ്ധിമുട്ടായിട്ട്, വൈഷമ്യമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് കർക്കിടകം പൊതുവെ ഒരുപാട് ദുരിതങ്ങളും പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള കാലഘട്ടം. ആ ദിവസങ്ങളും കാലങ്ങളൊക്കെ ഈശ്വരോപാസനയിലൂടെ മാറ്റുക എന്നുള്ളതാണ്
നമ്മുടെ ഉദ്ദേശം. ഈശ്വരോപാസന ചെയ്ത് ദേവതാ ഉപാസന ചെയ്ത് ഈ ദോഷങ്ങളിൽ നിന്ന് എങ്ങനെ അതീതാവാം? തീർച്ചയായും അതിനാവാം നാലമ്പല ദർശനമെല്ലാം നമ്മുടെ ഉണ്ടാക്കി വെച്ചത് തന്നെ അതിന് വേണ്ടിയിട്ടാവാം. അല്ല, ആ നാലമ്പല ദർശനം ചെയ്യുമ്പോൾ ഒരു ദിവസം മുഴുവൻ പരിപൂർണമായി രാമ 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 എന്നുള്ള നാമം ജപിച്ച് അല്ലെങ്കിൽ ഈശ്വര നാമം ജപിച്ചുകൊണ്ട് നമുക്കിരിക്കാം. സാധാരണ തൃപ്രയാറും തിരുമൂഴിക്കുളവും അതുപോലെ തന്നെ പായമ്പലുമെല്ലാം തുടങ്ങിയിട്ടുള്ള തൃശ്ശൂർ ജില്ലയിലെ അതിശ്രേഷ്ഠമായിട്ടുള്ള നാലമ്പല ദർശനം നമ്മൾ ചെയ്യുമ്പോൾ രാവിലെ ആദ്യം നിർമാല്യ ദർശനത്തിന് നട തുറക്കണ നേരാവുമ്പോൾ തൃപ്രയാറ് ചെല്ലണം എന്നാ പറയുക. അപ്പോൾ ഒരു ഭഗതൻ നാലമ്പല ദർശനത്തിന് പുറപ്പെടുക വെച്ചാൽ ഉഷകാലത്തിൽ തന്നെ എഴുന്നേറ്റ് വളരെ ഉന്നതിക്കണേന് വളരെ നേരത്തെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് തൃപ്രയാറ് ദർശനത്തിനായിട്ട് പോകണം. നിർമാല്യ ദർശനം അവിടെ വേണം എന്നാ പറയാം. അത് രാവിലെ. അപ്പോൾ പ്രായേണ അറിയാതെ തന്നെ ഒരു വ്രതം എടുത്തു കഴിഞ്ഞു ഇല്ലേ? നേരത്തെ നമ്മൾ നാഗപഞ്ചമി വ്രതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞതുപോലെ ഒരു വ്രതം എടുക്കണമെങ്കിൽ നേരത്തെ സൂര്യോദയത്തിന് മുമ്പേ തന്നെ എഴുന്നേറ്റ് സ്നാനം ചെയ്ത് ഈശ്വരോപാസനം ചെയ്യണം. അങ്ങനെയെങ്കിൽ ഒരു നാലമ്പല ദർശനത്തിന് പുറപ്പെടുന്ന ആൾ അറിയാതെ തന്നെ നേരത്തെ ഉണർന്നു കഴിഞ്ഞു. നോക്കൂ, അറിയാതെ തന്നെ നമ്മൾ ആ ദോഷം വ്രതത്തിനായിട്ട് പുറപ്പെടുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ദോഷ സമയം വരുമ്പോൾ തീർത്ഥാടനമൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫലം ഇതാ. നമ്മൾ അറിയാതെ തന്നെ ആ വ്രതത്തിന് മാറുകയാണ്. അപ്പോൾ രാവിലെ നിർമാല്യ ദർശനത്തിന് നമ്മൾ തൃപ്രയാർ ക്ഷേത്രത്തിലെത്തി. അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കൂടൽമാണിക്യത്തിലേക്ക് ചെല്ലുകയാണ്. ഉഷപൂജയ്ക്ക് എന്നാണ് പറയണത്. ഉഷപൂജ സമയമാകുമ്പോഴേക്കും കൂടൽമാണിക്യത്തിൽ ചെന്ന് ഭരതസ്വാമിയെ കണ്ടു. പിന്നീട് ഉച്ചപൂജയാകുമ്പോഴേക്കും തിരുമൂഴിക്കുളത്ത് ലക്ഷ്മണ പെരുമാളുടെ അടുത്തേക്ക് നമ്മൾ എത്തുകയാണ്. മൂന്നാമത്തെ ക്ഷേത്രം. ഉച്ചപൂജ തൊഴുത് കഴിയുമ്പോഴേക്കും ലക്ഷ്മണ പെരുമാളുടെ അടുത്ത് ചെന്ന് ദർശനമൊക്കെ കഴിയുമ്പോഴേക്കും പൂജാസമയമൊക്കെ കഴിയായി. പിന്നീട് അത്താഴ പൂജയാകുമ്പോഴേക്കും പായമ്മല് ശത്രുഘ്ന സ്വാമിയുടെ അടുത്തെത്തുകയാണ്. അതോടുകൂടി നമ്മുടെ എല്ലാ ശത്രു ഭയ ദുരിതങ്ങളും തീർന്നു എന്നാണ് പറയുന്നത്. തീർച്ചയായും അപ്പോഴേക്കും നമ്മൾ ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞു. ആ ഒരു ദിവസം പരിപൂർണമായി നമ്മൾ ഭഗവത് അന്വേഷണത്തിനാണ്. നമ്മൾ മറ്റൊരു കാര്യത്തെക്കുറിച്ച് ഒന്നും ആലോചിച്ചു പോലും ഇല്ല അല്ലേ? ജോലിയെക്കുറിച്ചോ സമ്പത്തിനെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ വിവാഹാദി ഒരു ദോഷത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചില്ല. ആ ദിവസം മുഴുവൻ നമ്മൾ ഈശ്വരനെ കാണാൻ, ഭഗവാനെ കാണാൻ രാമനാമം ജപിച്ചുകൊണ്ട് അന്ന് കഴിച്ച ഭക്ഷണമെല്ലാം ഭഗവാന്റെ പ്രസാദമാവും. പ്രത്യേകിച്ച് തൃപ്രയാറും പായമ്മൽ ക്ഷേത്രത്തിലും കർക്കടകം മുഴുവനും അന്നദാനമുണ്ട്. മറ്റുള്ളവിടെ വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മുടെ അറിവ്. ആ ദിവസം ഭഗവാന്റെ നിവേദ്യവും പ്രസാദവും മാത്രം കഴിച്ച് 4 നേരവും രാവിലെയും അതുപോലെ ഉഷകാലത്തിലും ഉച്ചയ്ക്കും വൈകിട്ടത്ത ഒക്കെ ഭഗവാന്റെ ആ വൈഷ്ണവമായിട്ടുള്ള ഭഗവാന്റെ ആ ശംഖുചക്ര ഗദാപത്മ രൂപങ്ങൾ വിഷ്ണുവായിട്ടാണല്ലോ പൂജയൊക്കെ നടത്തുന്നത്, സംശയിക്കുക. ഏതായാലും വിഷ്ണുവിൻ്റെ പല ഭാവങ്ങളിൽ ഈ കലിയുഗത്തിൻ്റെ ധർമ്മത്തെയും അർത്ഥത്തെയും കാമത്തെയും മോക്ഷത്തിൻ്റെയും പ്രതീകമായ ഭഗവാന്റെ 4, അതിപ്പോൾ ഏത് നാലമ്പലം വെച്ചാൽ കോട്ടയം ജില്ലയിലെയോ അല്ലെങ്കിൽ എറണാകുളത്തെയോ മലപ്പുറത്തെയോ ഏത് നാലമ്പലം പാലക്കാട്ടിലെയോ നാലമ്പല ദർശനം ചെയ്യുമ്പോഴും ഈ ഭഗവാന്റെ 4 ഭാവങ്ങളെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പരിപൂർണമായി നമ്മൾ ആ ദിവസം ഭഗവാനിൽ സമർപ്പിതമായിട്ട് ജീവിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അറിയാതൊരു വ്രതം, ഒരാചരണം നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ അറിയാതെ നമ്മുടെ മനസ്സ് ഈശ്വരനിൽ ഉപാസനയിൽ ധ്യാനത്തിലും ഉറച്ചിട്ടുണ്ടാവും. കർക്കിടക മാസം ഇങ്ങനെയും കൂടെ ചെയ്യാൻ സാധിച്ചാൽ, ഇങ്ങനെ ക്ഷേത്ര ദർശനം മാത്രം ചെയ്തൊരു ദിവസം ഈശ്വരനാമങ്ങൾ മാത്രം ജപിച്ച് ഭഗവത് നാമ സങ്കീർത്തനങ്ങൾ മാത്രം ആലപിച്ച്, കലിയുഗത്തിൽ മോക്ഷത്തിനുള്ള ഗതിയെക്കുറിച്ചും പറയേണ്ട നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം. നോക്കൂ, എത്ര ദോഷങ്ങളുണ്ടെങ്കിലും അത് തീർക്കാനുള്ള പ്രധാന ഒരു മാർഗം നാമജപാണ്. നമ്മുടെ മനസ്സിനെ തന്നെ ഈശ്വരനിൽ, അതിനാണ് യസ്യ സ്മരണമാത്രേന ജന്മസംസാര ബന്ധനാഥ്. ഭഗവത് സ്മരണയോടുകൂടി ജപിക്കണ നാമാച്ചാൽ ജന്മസംസാര ബന്ധനങ്ങൾ, എത്രയോ ജന്മത്തിലെ പാപങ്ങളിൽ നിന്ന് പോലും മുക്തി നേടാൻ അവർക്ക് സാധിക്കും എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് നമുക്കത് സാധിക്കണം. ക്ഷേത്രത്തിൽ ചെന്ന് അല്പനേരമൊക്കെ ഒന്ന് ഇരുന്ന്, പ്രത്യേകിച്ച് ഈ കർക്കിടക മാസം ഇനി കഴിയാൻ അല്പ ദിവസങ്ങളെ ബാക്കിയുള്ളൂവെങ്കിലും നാലമ്പല ദർശനത്തിന് ഇനിയും പോവാത്തവരെ തൊട്ടടുത്തുള്ള നാലമ്പല ദർശനം അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധ്യമാവണ ആ നാലമ്പല ദർശനം ചെയ്യാൻ സാധിക്കണം. ഇങ്ങനെയും കൂടെ സാധിക്കണം. അവിടെ പോയിരുന്ന ശാസ്ത്രഗ്രന്ഥങ്ങൾ, വിശേഷിച്ചാൽ രാമായണം അല്പനേരം ഒന്ന് വായിക്കാം. രാമായണത്തിലെ ഓരോ അധ്യായങ്ങൾക്കും ഓരോ കാണ്ഡങ്ങൾക്കും ഓരോരോ ദുരിതങ്ങളെ നിവാരണം ചെയ്യാനുള്ള അഭൗമമായ ഒരു ശക്തിയുണ്ട്. ഏതായാലും ആ ഭാഗങ്ങളൊക്കെ ചിന്തിച്ച് ജപിച്ച് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കർക്കിടക മാസത്തിലെ, കാരണം കർക്കിടകം ഒരു വർഷാവസാനം കൂടിയാണ്, നിഷ്ക്രിയത്വം കഴിഞ്ഞ്
ഉത്സുകരായി അടുത്ത പുത്തരി കൊയ്ത് ഓണക്കാലത്തെ എല്ലാം തന്നെ വരവേൽക്കാനായിക്കൊണ്ട് ചിങ്ങമാസത്തിലേക്ക് പ്രവേശിക്കുന്ന ആ പ്രവേശന ദ്വാരവും കൂടിയാണ് കർക്കിടക മാസം. അതുകൊണ്ട് കർക്കിടക മാസം പുണ്യത്തെ ആർജിച്ചാൽ അടുത്തൊരു വർഷത്തേക്കുള്ള പുണ്യത്തെ നമ്മൾ ആർജിച്ച് സ്വാശ്രയിച്ച് വെക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് ഈ കർക്കിടക മാസം അല്ലേ. കാരണം ഈ പുത്തരിയൊക്കെ കൊയ്ത് നെല്ലൊക്കെ സംഭരിച്ച് ഇല്ലനിറയൊക്കെ നമ്മൾ അല്ലേ സാധാരണ ആ കാലത്തിലാണല്ലോ ഇല്ലനിറ ചടങ്ങുകളെല്ലാം തന്നെ. അപ്പം നിറവിൻ്റെ ഒരു കാലഘട്ടം അതിലേക്ക് നമ്മൾ വരാൻ നിൽക്കുന്നൊരു കാലം കൂടിയാണ് കർക്കിടക മാസം. അതുകൊണ്ട് അല്പമായി ലഭിച്ച ഇനിയുള്ള ദിവസങ്ങളിലും നാലമ്പല ദർശനം പോലെയുള്ള ശ്രേഷ്ഠമായ ആചരണങ്ങൾ കർമ്മങ്ങളെല്ലാം തന്നെ ചെയ്തുകൊണ്ട് ഈ കർക്കിടക മാസം ഇനി അനുഷ്ഠിക്കേണ്ട ചടങ്ങുകളിൽ ഇത് നാമജപവും പുണ്യത്തെ ആർജിച്ചു വെച്ചൊരു വർഷക്കാലത്തേക്കുള്ള നിഷ്ക്രിയത്വം മാറി ഔത്സുകരായി ധർമ്മം അനുഷ്ഠിക്കാനുള്ള ഉത്സുകരായ കർമ്മത്തെയും ആചരിക്കാനാവട്ടെ. അതിലൂടെ നമ്മുടെ ദോഷങ്ങൾ ജാതകവശാലുള്ള ദുരിതങ്ങൾ എല്ലാം തീരട്ടെ. ചിങ്ങമാസം വരുമ്പോൾ ജാതക ഫലങ്ങളെല്ലാം തന്നെ മാറും. അതുകൊണ്ട് ജാതക ഫലങ്ങളിൽ എല്ലാ നവഗ്രഹ ദേവന്മാരുടെയും അനുഗ്രഹവും ഐശ്വര്യവും വന്നു ചേരാനും ഈ കർക്കിടക മാസത്തിലെ നാമജപം പൊതുവെ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുക. ജ്യോതിഷപരമായി വ്യാഴപ്രീതി ഉണ്ടായാൽ സർവ്വദേവകാരകത്വമാണ് വ്യാഴം. എല്ലാ ദേവന്മാരുടെയും പ്രീതി വ്യാഴം പ്രസാദിച്ചുകൊണ്ട് വിഷ്ണു ക്ഷേത്ര ദർശനത്തിനും വിഷ്ണു സഹസ്രനാമജപത്തിനും രാമായണാദി പാരായണങ്ങൾക്കും നാലമ്പല ദർശനങ്ങൾക്കും എല്ലാം തന്നെ വിഷ്ണുവിൻ്റെ പരിപൂർണമായ ഒരു അനുഗ്രഹം എന്നുവെച്ചാൽ ജാതകത്തിലെ സമസ്ത ദേവതാ അനുഗ്രഹവും കൂടെ സിദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് അത്. അതുകൊണ്ട് ഈ കർക്കിടക മാസം അതിനാവാം വിഷ്ണു ഭജനത്തിന് വലിയ പ്രാധാന്യം കൊടുത്തത്. കർക്കിടക മാസത്തിലേക്ക് വരുമ്പോൾ ആ വിഷ്ണു ഭജനം ചെയ്ത് ദുരിതങ്ങളിൽ നിന്ന് മുക്തി നേടാൻ നമുക്ക് സാധിക്കണം. തീർച്ചയായിട്ടും സജ്ജനങ്ങൾ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ കൂടെ വരും ദിവസങ്ങളിൽ നിർവഹിക്കണം എന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു നല്ല വിഷയവുമായി മറ്റൊരു അധ്യായത്തിൽ കാണാം. നന്ദി, നമസ്കാരം.